നമസ്കാരം. I+ ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? സെറ്റ് സുവോളജിയിലെ, അതായത് കഴിഞ്ഞ നടന്ന സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്നത്തെ സെക്ഷനിൽ. ദ എക്സൈറ്റേറ്ററി അല്ലെങ്കിൽ ദ ഇൻഹിബിറ്ററി എഫക്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൈമർലി ഡിപ്പെൻഡ് ഓൺ ഏതാണ് ഈ പറയുന്നതിൽ ശരിയായിട്ടുള്ള ആൻസർ? അതായത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എക്സൈറ്റേഷൻ അല്ലെങ്കിൽ ഇൻഹിബിഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്? സിനാപ്റ്റിക് വെസിക്കിൾസ് ഇൻ ദ ആക്സോൺ, ടൈപ്പ് ഓഫ് റിസപ്റ്റർ ഓൺ ദി പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ, ന്യൂറോ മോഡുലേറ്റർ ഇൻവോൾവ്. ഏതാണ്? എക്സൈറ്റേറ്ററി ആണോ? അതായത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ വന്നാൽ അത് എക്സൈറ്റേറ്ററി ആണോ ഇൻഹിബിറ്ററി ആണോ എന്ന് ഇതിൽ ആരാണ് പ്രൈമർലി ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് ടൈപ്പ് ഓഫ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ഓൺ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്. അതായത് ഈ പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എക്സൈറ്റേഷൻ, അതായത് അവരുടെ ആക്ടിവേഷൻ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിനെ എക്സൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതോ ഈ പറയുന്ന പ്രീ സിനാപ്റ്റിക് ഇതാണ്, പോസ്റ്റ് സിനാപ്റ്റിക് ഇതാണ്. പ്രീ സിനാപ്റ്റിക്കിലെ സിനാപ്റ്റിക് വെസിക്കിളിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്, പ്രീ സിനാപ്റ്റിക്. അടുത്തതാണ് പോസ്റ്റ് സിനാപ്റ്റിക്. ഇനി ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൽ ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സിൽ ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസറ്റൈൽ കോളിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇതിന്റെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനില് ഇവിടെ നിക്കോട്ടിനിക് റിസപ്റ്ററും അടുത്തത് M2 റിസപ്റ്ററും ആണെങ്കിൽ റിസപ്റ്റർ ഉണ്ട്. ഈ അസറ്റൈൽ കോളിൻ നിക്കോട്ടിനിക് റിസപ്റ്ററിലേക്ക് ചെന്നാൽ ബൈൻഡ് ചെയ്താൽ അതിന് എക്സൈറ്റേറ്ററി ഫംഗ്ഷനും, ഇത് മസ്കുറാനിക് M2 റിസപ്റ്ററിലേക്ക് ചെന്ന് ബൈൻഡ് ചെയ്താൽ ഇതിന് നെഗറ്റീവ് എഫക്റ്റുമാണ്. അതായത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സൈറ്റ് ആവണോ ഇൻഹിബിറ്റ് ആവണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലെ റിസപ്റ്ററിന്റെ ബേസ് ചെയ്താണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? വെസിക്കിളിലായിരുന്നു. അതായത് വെസിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണോ എന്നാണ് ചോദിച്ചത്. അല്ല, വെസിക്കിൾ എന്തിനു വേണ്ടി മാത്രമാണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ മാത്രമാണ്. സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന സിനാപ്റ്റിന്റെ സ്ട്രെങ്ത് കൂടാനും, ന്യൂറോ മോഡുലേറ്റർ എന്ന് പറയുന്നത് ന്യൂറോ മോഡുലേറ്റർ ആണ്, അതായത് ന്യൂറോണൽ ആക്ടിവിറ്റിയെ മോഡിഫൈ ചെയ്യുന്നതുമാണ്. അവർക്ക് ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുമായിട്ട് ബന്ധമില്ല. അടുത്ത ചോദിച്ചിരിക്കുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പ്, അതായത് ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ വായിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിയേറ്റ്സ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ ന്യൂറോൺ ബൈ മൂവിങ് 2 sodium ഔട്ട് ഓഫ് ദ ന്യൂറോൺ ആൻഡ് 3 potassium ions into the neuron. സോഡിയം പൊട്ടാസ്യം പമ്പിൽ നമ്മൾ ഓർക്കണം, എത്ര സോഡിയമാണ്? 3 സോഡിയവും അതേപോലെ തന്നെ എത്ര പൊട്ടാസ്യമാണ്? 2 പൊട്ടാസ്യത്തിന്റെ കേസുമാണ്. അതില് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണോ? അല്ല, നെഗറ്റീവ് ബൈ 2 sodium ആണ് ചോദിച്ചിരിക്കുന്നത്. 2 sodium തെറ്റാണ്. creates a positive potential inside the neuron by moving 3 sodium ions out of the neuron and 2 potassium ions into the neuron. സോഡിയം പൊട്ടാസ്യം പമ്പ് അല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറയുന്നത് നോർമലി നമ്മുടെ മെംബ്രെയിൻ എങ്ങനെയാണ്? പുറത്ത് നെഗറ്റീവ് ചാർജും ഉള്ളില് പോസിറ്റീവ് ചാർജുമാണ്. പുറത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവും ഉള്ളില് പോസിറ്റീവും ആണ്. ഇനി സോഡിയം അയോണുകൾ എത്ര എണ്ണം? 3 എണ്ണം പുറത്തേക്ക് പോകുമ്പോൾ എന്താണ്? നോർമലി ഈ രീതിയിലാണ്. പക്ഷെ സോഡിയം അയോൺസ് പുറത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 3 സോഡിയം പുറത്തേക്ക് പോകുമ്പോൾ അവിടെ പുറത്ത് പോസിറ്റീവ് ആകുന്നു, അകത്ത് ആ ഭാഗങ്ങളിൽ മാത്രം നെഗറ്റീവ് ആവുന്നു. ഇതാണ് സോഡിയം പൊട്ടാസ്യം പമ്പിൽ നടക്കുന്നത്. ഇനി ഇത് നോക്കുക, ക്രിയേറ്റ്സ് എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ ന്യൂറോൺ ബൈ മൂവിങ്, അതായത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇവിടെ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? നെഗറ്റീവിലാണ്, അതായത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ അകത്താണ്. ബൈ മൂവിങ് 3 sodium ions ഔട്ട് ഓഫ് ദി ന്യൂറോൺ. ശരിയാണോ? പൊട്ടാസ്യം, അതായത് സോഡിയം പുറത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള പോസിറ്റീവ് ചാർജ് മാറുകയാണ് ചെയ്യുന്നത്. അതായത് 3 sodium moves out. 3 സോഡിയം പുറത്തേക്ക് പോയാൽ അവിടെയുള്ള സോഡിയം പ്ലസ് ചിഹ്നം മാറി അവിടെ മൈനസ് ആവുകയായിരുന്നു ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് റോങ് ആണ്. നെഗറ്റീവ് ആണ് ഇൻസൈഡ് എങ്കിൽ അത് ശരിയായിരുന്നു. അടുത്തത് നോക്കിയേ, creates a negative potential inside the neuron by moving 3 sodium out of the neuron and 2 potassium into the neuron. കറക്റ്റ് അല്ലേ? അതായത്
സോഡിയം പുറത്തേക്ക് പോകുമ്പോൾ ആ പുറത്ത് പോകുന്ന ഭാഗങ്ങളിൽ എന്താണ് നെഗറ്റീവ് വരുന്നു, പൊട്ടൻഷ്യൽ ഇൻസൈഡ്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ ന്യൂറോൺ ആണ്. എങ്ങനെ? 3 സോഡിയം പുറത്തേക്കും 2 പൊട്ടാസ്യം അകത്തേക്കും വരുന്നത് വഴിയാണ്. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കേ, ഈസ് എ പാസീവ് മെക്കാനിസം ദാറ്റ് റിക്വയർസ് നോ എനർജി. തെറ്റാണ്. സോഡിയം പൊട്ടാസ്യം, ആ പേരിൽ തന്നെ ഉണ്ട് സോഡിയം പൊട്ടാസ്യം ATPase, അതായത് അതിന് എന്ത് ആവശ്യമുണ്ട്? ATP എനർജിക്ക് ആവശ്യമുണ്ട്. സോ അതും തെറ്റാണ്. ആൻസർ ഏതാണ്? ക്രിയേറ്റ്സ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ. തേർഡ് ഓപ്ഷൻ ആണ്. സോഡിയം പൊട്ടാസ്യം പമ്പ് അല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറയുന്നത് ATP ആവശ്യമുള്ള, അതായത് എനർജി ആവശ്യമുള്ള ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ഇതെന്താ ചെയ്യുന്നേ? 3 സോഡിയത്തിനെ പുറത്തേക്കും 2 സോഡിയത്തിനെ അകത്തേക്കും കൊണ്ടുവരുന്നു. അങ്ങനെ മോർ പോസിറ്റീവ് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഇന്റീരിയർ ഭാഗം നെഗറ്റീവ് ആകുന്നു. അങ്ങനെ ഇവിടെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ നിന്നും, അതായത് -17 MV നമ്മുടെ എവിടെ ന്യൂറോണിന്റെ ഉൾഭാഗത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നു. എത്രയാണ്? -17 MV ആണ്. ഇനി ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് റിഫ്ലക്സസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. റിഫ്ലക്സ് എന്താണ്? റിഫ്ലക്സ് ആക്ഷൻ, അതായത് നമുക്കുള്ള സഡൻ ആയിട്ടുള്ള റെസ്പോൺസുകൾ, എന്തെങ്കിലും ഒരു സ്റ്റിമുലസിന് സഡൻ ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ റിഫ്ലക്സ് എന്ന് പറയുന്നത്. സ്റ്റിമുലേഷൻ വേണ്ടേ? അതായത് എക്സാമ്പിൾ വെച്ച് ഓർത്താൽ മതി. ഒരു തീയുടെ എടുത്ത് നമ്മൾ കൈ കൊണ്ടുപോയാൽ തീ വലിക്കുന്നു, അതിലോർക്കുക ഇല്ലേ? റിക്വയർ സ്റ്റിമുലേഷൻ, അതായത് ആ തീ എന്ന് പറയുന്ന സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ മാത്രമേ റിഫ്ലക്സ് നടക്കുന്നുള്ളൂ. അടുത്തത് ഇൻക്ലൂഡ് ഗ്ലാൻഡുലാർ സെക്രീഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മസിൽസ്. നോക്കാം എന്താണ് ഗ്ലാൻഡുലർ മസിൽസിന്റെ കോൺട്രാക്ഷൻ നടക്കുന്നുണ്ടോ? മസിൽസ്, അതായത് പെട്ടെന്ന് സൊമാറ്റിക് റിഫ്ലക്സിലാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൈ വലിക്കുന്നുണ്ട്. ഗ്ലാൻഡുലാർ സെക്രീഷന്റെ കേസ് ആണെങ്കിൽ ഈ പറയുന്ന വേറെ ഏതെങ്കിലും കൺസ്ട്രക്ഷനിൽ നമുക്ക് സലൈവ റിഫ്ലക്സസ് വരുന്നുണ്ട്. സോ അതും ട്രൂ ആണ്. ആർ വോളണ്ടറി എന്നാ ചോദിക്കുന്നത്. വോളണ്ടറി ആണോ? അതായത് തീ വലിക്കുന്നത് ഓക്കെ ഞാൻ വലിക്കുന്നില്ല, അല്ലെങ്കിൽ ഓക്കെ ഇത് കുറച്ച് കഴിയുമ്പോൾ വലിക്കാം, അങ്ങനെയാണോ? അല്ല, ഇൻവോളണ്ടറി ആണ്. റിഫ്ലക്സ് എന്താണ്? ഇൻവോളണ്ടറി, അതായത് നമ്മൾ അറിഞ്ഞത് കൊണ്ടല്ല, പെട്ടെന്ന് നമ്മുടെ നെർവസ് സിസ്റ്റം തന്നെ വലിച്ചെടുക്കുന്നതാണ്. സ്റ്റീരിയോ ടൈപ്ഡ് റിയാക്ഷൻ. എന്താണ് സ്റ്റീരിയോ ടൈപ്ഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം വേയിലായിരിക്കും അവർ ഈച്ച് ടൈം പെർഫോം ചെയ്യുന്നത്. റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റബിൾ ആണ്. അതായത് ഒരു കുട്ടി തീയിലേക്ക് കൈവച്ചാൽ അതിന്റെ അർത്ഥം എന്താ? കുട്ടി എന്താ ചെയ്യുന്നത്? എടുത്തു ചാടോ? ഇല്ല. അതിനുള്ള റിഫ്ലക്സ് എന്തായിരിക്കും? ആ കുട്ടി കൈവലിക്കുന്നു. അതെന്താണ്? പ്രെഡിക്റ്റബിൾ ആണ്. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ സെയിം വേയിൽ എല്ലാ ടൈമിലും റിപ്പീറ്റ് ആവുന്നതിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്ഡ് എന്ന് പറയുന്നത്. സോ അതും ട്രൂ ആണ്. ഏതാണ് റോങ്? ഏതാ? വോളണ്ടറി ആന്ന് പറയുന്നത് മാത്രമാണ്. റിഫ്ലക്സസ് ആർ എങ്ങനെയാണ്? ഇൻവോളണ്ടറി ആണ്. കാരണം ഒരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആണ്. അതിന് എന്ത് ആവശ്യമില്ല? കോൺഷ്യസ് ആയിട്ടുള്ള കൺട്രോൾ, നമ്മൾ മനഃപൂർവ്വം അത് ആലോചിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ഇൻവോളണ്ടറി ആയിട്ട് നടന്നുകൊള്ളും. എക്സാമ്പിൾ ആണ് നീ ജർക്ക് മൂവ്മെന്റ്, വിഡ്രോവൽ റിഫ്ലക്സ്, പ്യൂപ്പിളറി റിഫ്ലക്സ്. അതായത് ഒരു ആള് കണ്ണിലേക്ക് കുത്താൻ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിൾസ് അല്ലെങ്കിൽ ലൈറ്റ് അടിച്ചാൽ നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനനുസരിച്ച് കോൺട്രാക്റ്റും അതേപോലെ തന്നെ എക്സ്പാൻഡും ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയെല്ലാമാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഓരോ സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്, അതായത് ഓരോ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഏത് ഭാഗമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ ബ്രൂണേഴ്സ് ഗ്ലാൻഡ് ആണ്. എന്താണ് ഈ ബ്രൂണേഴ്സ് ഗ്ലാൻഡ്? ബ്രൂണേഴ്സ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിയോഡിനത്തിൽ കാണുന്ന സബ്മ്യൂക്കോസൽ ഗ്ലാൻഡുകളെയാണ് നമ്മൾ ബ്രൂണേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ബ്രൂണേഴ്സ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ സബ്മ്യൂക്കോസൽ ഗ്ലാൻഡ്സ് ആണ്. ഇനി ക്രിപ്സ് ഓഫ് ലംബോഗോസ്, അത് കുറെ കൂടി നമുക്ക് അറിയാവുന്നതായിരുന്നു. എന്താണ്? ഇൻഡസ്റ്റിനൽ ഗ്ലാൻഡ് തന്നെയാണ്. നമ്മുടെ ഇൻഡസ്റ്റിനൽ വില്ലയിലാണ് ഈ പ്രധാനമായിട്ടും ക്രിപ്സ് ഓഫ് ലംബോർഗൻ കാണുന്നത്. അടുത്തത് സ്ഫിങ്ക്റ്റർ ഓഫ് ബോഡി ആണ്. എന്തിനാണ് സ്ഫിങ്ക്റ്റർ ഓഫ് ബോഡി? അതായത് ലിവറും പാൻക്രിയാറ്റിക് ഡക്റ്റും തമ്മിലുള്ള ആ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യുന്നതാണ്. അതായത് ഈ പറയുന്ന ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിനെ എവിടേക്ക്? ഡിയോഡിനത്തിലേക്ക് ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യുന്നവരാണ് ആരെന്ന് പറയുന്നത്? സ്ഫിങ്ക്റ്റർ ഓഫ് ബോഡി. സോ ഏതായിരിക്കും? ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. അടുത്തത് ഹെപ്പാറ്റിക് ലൂബ്യൂൾസ് ആണ്. ഹെപ്പാറ്റിക് ലൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിൽ
ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന എന്താണ്? സെക്കൻഡ് വൺ ആണ്. ഈ പറയുന്ന ലിവറിനകത്ത് എന്താണ്, ലിവർ കവർ ചെയ്യുന്നത് ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ ആണ്. ഹെപ്പാറ്റിക് ലൂപ്യൂൾസും ഗ്ലിസൺസ് ക്യാപ്സ്യൂളും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ലിവറിന്റെ ഉള്ളിലെ സ്ട്രക്ചറൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ആൻസേഴ്സ് ഇതിൽ ഏതെങ്കിലും, അതായത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ. ഓർക്കുക, ബ്രൂണേഴ്സ് ഗ്ലാൻഡ് എന്താണ്, സബ്മ്യൂക്കോസൽ ഗ്ലാൻഡ്, ഡിയോഡിനത്തിൽ കാണുന്നതാണ്. ക്രിപ്സ് ഓഫ് ലാമർഗൂൺസ് എന്ന് പറയുന്നത് വില്ലയിലും, സ്ഫിങ്ക്ടർ ഓഫ് ഓഡി എന്ന് പറയുന്നത് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിനെ ഗാർഡ് ചെയ്യുന്നതും, ഹെപ്പാറ്റോ ലൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഗ്ലിസൺ ക്യാപ്സ്യൂൾസ് ആണ്. അതായത് ലിവറിനെ കവർ ചെയ്തിരിക്കുന്ന ക്യാപ്സ്യൂൾ ആണ് ഗ്ലിസോൺസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ ഇൻ മാൻ. ADH facilitate water reabsorption from distal convoluted tubule and the collecting duct. ADH അല്ലെങ്കിൽ ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്താണ്, അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ? അത് വാട്ടറിന്റെ റീഅബ്സോർപ്ഷന് വേണ്ടിയാണ്. അതായത് നമ്മുടെ വാട്ടർ ഏതെങ്കിലും സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റ് കുറഞ്ഞാൽ ആ വാട്ടർ കണ്ടന്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി എവിടെ, വാട്ടർ പെർമിയബിലിറ്റി, അതായത് ഈ പറയുന്ന നമ്മുടെ നെഫ്രോൺസിലുള്ള ട്യൂബ്യൂൾസിന്റെ വാട്ടർ പെർമിയബിലിറ്റി കൂട്ടാൻ വേണ്ടി, അതായത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും കളക്ടിംഗ് ഡക്റ്റ് അല്ലെങ്കിൽ കളക്റ്റീവ് ഡക്റ്റിലും വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ADH എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ദ കൗണ്ടർ കറന്റ് മെക്കാനിസം ഈസ് പ്രസന്റ് ഇൻ ലൂപ്പ് ഓഫ് ഹെൻലി ഇൻ നെഫ്രോൺസ്. അത് കറക്റ്റ് ആയിട്ട് അറിയാവുന്നത്. ഏതൊക്കെയാണ് ലൂപ്പ് ഓഫ് ഹെൻലി? ഡിസെൻഡിങ് ലിംബിലും അസെൻഡിങ് ലിംബും കൗണ്ടർ കറന്റ് മെക്കാനിസത്തിൽ നടക്കുന്നില്ലേ? ഡിസെൻഡിങ് ലിംബും ഉണ്ട്, അസെൻഡിങ് ലിംബും ഉണ്ട്. ഇതിൽ ഡിസെൻഡിങ് ലിംബ് ആരോട് പെർമിയബിൾ ആണ്? വാട്ടറിന് പെർമിയബിൾ ആണ്. അതേപോലെ തന്നെ അസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് ആരോട്? സൊല്യൂട്ട്സിനോട് പെർമിയബിൾ ആണ്. സൊല്യൂട്ട്സിനോട് പെർമിയബിൾ ആണ്. ഇത് ഓർക്കണം. ഡിസെൻഡിങ് ലിംബ് പെർമിയബിൾ ടു വാട്ടറും അസെൻഡിങ് ലിംബ് പെർമിയബിൾ ടു സൊല്യൂട്ട്സുമാണ്. അതായത് യൂറിന്റെ കോൺസെൻട്രേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അടുത്ത് വരുന്നത് മാക്സിമം. സോ സെക്കൻഡ് ആൻസർ 1 and 2 ശരിയാണ്. മാക്സിമം അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ഒക്കേഴ്സ് ഇൻ ലൂപ്പ് ഓഫ് ഹെൻലി. ഓർക്കേണ്ട, ഇലക്ട്രോലൈറ്റ്സിന്റെ മേജർ അബ്സോർപ്ഷൻ നടക്കുന്ന സ്ഥലം ഏതാണ്? ഇലക്ട്രോലൈറ്റ്സിന്റെ മേജർ അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെയാണ്? PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലാണ്. 65% സോഡിയം ക്ലോറൈഡ് പോലുള്ള ഇലക്ട്രോലൈറ്റ്സിന്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളില്. ലൂപ്പ് ഓഫ് ഹെൻലി എന്താ ചെയ്യുന്നുള്ളൂ? ഇവിടെ കുറച്ച് ഭാഗം, അതായത് 25% മാത്രമേ ലൂപ്പ് ഓഫ് ഹെൻലിയിൽ അബ്സോർബ് ചെയ്യുന്നുള്ളൂ. സോ ആൻസർ റോങ് ഏതാണ്? മാക്സിമം അബ്സോർപ്ഷൻ ലൂപ്പ് ഓഫ് ഹെൻലിയിൽ അല്ല. സോ ഏതാ? 1 and 2. 1 and 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മോസ്റ്റ് ഇലക്ട്രോലൈറ്റിന്റെ അബ്സോർപ്ഷൻ നമ്മൾ പറഞ്ഞു പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലാണ്. ലൂപ്പ് ഓഫ് ഹെൻലിയിൽ 25% മാത്രമേ നടക്കുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്ലിനോ ഫ്രാഗ്മെന്റ് ആയിരുന്നു. The Clinow fragment is derived from the E. coli enzyme DNA polymerase 1, 2, 3 alpha. DNA polymerase ഏത് പോളിമറേസിനാണ് ക്ലിനോ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഉള്ളത്? 3 ആണോ, 2 ആണോ, 1 ആണോ, ആൽഫ ആണോ? ഏതായിരിക്കും? DNA polymerase 1-നാണ് ഈ പറയുന്ന ക്ലിനോ ഫ്രാഗ്മെന്റ് ഉള്ളത്. The Clinow fragment is the largest fragment of E. coli DNA polymerase 1 obtained from cleavage by the protease subtilisin. അത് ഓർക്കണം. Clinow fragment എന്ന് പറയുന്നത് E. coliയുടെ DNA fragment. നമ്മൾ പ്രോട്ടിയേസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടിയേസ് ആണ്, അതായത് പ്രോട്ടീൻ ക്ലീവ് ചെയ്യുന്ന സബ്റ്റിലൈസിൻ എന്ന് പറയുന്ന പ്രോട്ടിയേസിന്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യുന്നു? DNA polymerase 1-നെ ഫ്രാഗ്മെന്റ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഫ്രാഗ്മെന്റ് ആണ് ക്ലിനോ ഫ്രാഗ്മെന്റ്. DNA പോളിമറൈസിന് എന്തിനൊക്കെ കഴിവുണ്ട്? 5' to 3' കഴിവുണ്ട്. 3' to 5' എക്സോന്യൂക്ലിയസ് പോളിമറൈസ് കഴിവുണ്ട്. 3' to 5' എക്സോന്യൂക്ലിയസ് അതായത് പ്രൂഫ് റീഡിങ്ങിനുള്ള കഴിവുണ്ട്. 5' to 3' എക്സോന്യൂക്ലിയസ് കഴിവുണ്ട്. When the
5'3' exonuclease domain is removed by proteolytic cleavage. The remaining part is called Klinov fragment, which retain polymerase plus 3'5' exonuclease. അതായത് ഈ പറയുന്ന DNA polymerase 3 ന് ഈ 3 functions ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ പറയുന്ന പ്രോട്ടിയേസ് സബ്സ്റ്റൈലീസിൻ എന്ന് പറയുന്ന പ്രോട്ടീന് എന്ത് ചെയ്യും? ഈ DNA പോളിമറേസിന്റെ ഭാഗങ്ങളെ ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ 5' to 3' എന്ന് പറയുന്ന എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി അവരുടെ നഷ്ടപ്പെട്ടു പോകും. ബാക്കി എന്തൊക്കെയുള്ളൂ? 5' to 3' പോളിമറൈസ്, അതായത് പോളിമറൈസ് ആഡ് ചെയ്യാനുള്ള കഴിവും DNA റെപ്ലിക്കേഷൻ കഴിവും 3' to 5' എക്സോന്യൂക്ലിയസ്, അതായത് കറക്റ്റ് ആയിട്ടാണോ ബേസ് പെയർസ് എല്ലാം അനലൈസ് അടുക്കി വെച്ചിരിക്കുന്നേ അത് മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ടാകും. സോ ക്ലിനോവ് ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ DNA പോളിമറൈസ് 1ന്റെ 5' to 3' പോളിമറൈസ് ആക്ടിവിറ്റിയും 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റിയുമുള്ള ഭാഗത്തെയാണ് ക്ലിനോവ് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. ആകെ ഈക്കോളയുടെ DNA പോളിമറൈസ് 1ന് മാത്രമേ ഈ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Which of the following is most likely to be a restriction enzyme recognition site? ഇതിനകത്ത് ഏതായിരിക്കാം ഒരു റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നിഷൻ സൈറ്റ് ആയിട്ടുള്ളത്? അല്ലെങ്കിൽ എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നിഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ? റെസ്ട്രിക്ഷൻ എൻസൈംസ് മനസ്സിലാക്കുന്ന സൈറ്റ് ഏതാണ്? റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്താ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, അതായത് ഒരു സ്ട്രാൻഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസിനെ മാത്രം ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് അതിന്റെ ഉള്ളിൽ കട്ട് ചെയ്യുന്നവരാണ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ. ഈ റെസ്ട്രിക്ഷൻ എൻസൈമുകളുടെ റെക്കഗ്നിഷൻ സൈറ്റ് പൊതുവെ എന്താണ്? പാലിൻഡ്രോമിക് സീക്വൻസുകളാണ്. DNA-യിലുള്ള പാലിൻഡ്രോമിക് സീക്വൻസ്, അതായത് നമ്മൾ 5' to 3' വായിച്ചാലും 3' to 5' വായിച്ചാലും അതെങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ നമ്മൾ നോക്കണം. അതായത് ഫസ്റ്റ് വണ്ണില് ഗ്വാനിൻ ആരുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്? സൈറ്റോസിൻ ആണ്. തൈമിൻ അഡിനിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. സൈറ്റോസിൻ ഗുവാനിനുമായി ബൈൻഡ് ചെയ്യുന്നു. ഗുവാനിൻ സൈറ്റോസിനുമായി ബൈൻഡ് ചെയ്യുന്നു. അഡിനിൻ തൈമിനായിട്ട് ബൈൻഡ് ചെയ്യുന്നു. സൈറ്റോസിൻ ഗുവാനിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ നോക്കണം, ഇതാണ് 5' to 3', ഇത് 3' to 5' ആണ്. നോക്ക, സെയിം അല്ലേ? നോക്ക, ജി ജി ടി ടി സി ജി എ സി. നോക്ക, പാലിൻഡ്രോമിക് 5' to 3' സെയിം ആവണം. അതിന് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗം നോക്ക, സി ജി കറക്റ്റ് ആണോ എന്ന് അറിയാനാണ്. ജി സി സി ജി ജി ടി കറക്റ്റ് ആണോ? അല്ല. 5' to 3' അവരെന്തല്ല? പാലിൻഡ്രോമിക് അല്ല. നമുക്ക് അങ്ങനെ റെക്കഗ്നിഷൻ സൈറ്റ് മനസ്സിലാക്കാൻ പാലിൻഡ്രോമിക് സീക്വൻസ് ആണോ എന്ന് നോക്കിയാൽ മതി. ഈ പറയുന്ന ബിയും സിയും ആ രീതിയിൽ, അതായത് കറക്റ്റ് ആയിട്ടുള്ള പാലിൻഡ്രോമിക് സീക്വൻസ് കിട്ടില്ല. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് പാലിൻഡ്രോമിക് സീക്വൻസ് ആയിട്ടുള്ള. റെസ്ട്രിക്ഷൻ എൻസൈംസ് പറഞ്ഞു, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. അവർ ആരെ മാത്രമാണ്? സ്പെസിഫിക് ആയിട്ടുള്ള പാലിൻഡ്രോമിക് സീക്വൻസുകളെ മാത്രമാണ് മനസ്സിലാക്കുകയുള്ളൂ. പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത് 5' to 3' വായിച്ചാലും 3' to 5' to 3' കോംപ്ലിമെന്ററി സ്ട്രാൻഡിൽ വായിച്ചാലും സെയിം ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. ദ പ്രൈമറി റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഇൻ ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു പോയിന്റ് ആണ്. ഫോസ്ഫോഫ്രക്ടോകൈനേസ് ആണോ, പൈരുവേറ്റ് കൈനേസ് ആണോ, ആൽഡോളേസ് ആണോ, ഹെക്സോകൈനേസ് ആണോ എന്ത് പ്രൈമറി റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത്? അതായത് കറക്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന റിയാക്ഷൻസിന്റെ കൺട്രോൾ നടത്തുന്നത് ഇതിൽ ഏത് എൻസൈം ആണ്? ഏത് എൻസൈം ആയിരുന്നു? ഓപ്ഷൻ എ ഫോസ്ഫോഫ്രക്ടോകൈനേസ് ആണ്. പ്രൈമറി റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് ഫോസ്ഫോഫ്രക്ടോകൈനേസ് ആണ്. ദ ഫോസ്ഫോഫ്രക്ടോകൈനേസ് പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ്? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആക്കുന്ന എൻസൈം ആണ് ഫോസ്ഫോഫ്രക്ടോകൈനേസ് 1 എന്ന് പറയുന്നത്.
പ്രൈമറി റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ആണ്. കറക്റ്റ് ആയിട്ടുള്ള, അതായത് ഗ്ലൈക്കോളിസിസ് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ആവണോ എന്നറിയാൻ അല്ലോസ്റ്റെറിക്കലി റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് എൻസൈം ആണ് PFK1 എന്ന് പറയുന്നത്. അതിന്റെ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? എനർജി ഡിമാൻഡ്. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് എനർജി ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിന്റെ ആക്ടിവേറ്റേഴ്സ് എനർജി ഇല്ലാത്ത ഭാഗങ്ങൾ അത് ഏതൊക്കെയാണ്? AMPക്ക് എനർജി ഇല്ല, ADP, സിട്രേറ്റ് 26, ബിസ്ഫോസ്ഫേറ്റ് എല്ലാമാണ്. ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് ആവശ്യത്തിന് എനർജി സോഴ്സ് ഉള്ളതാണ്. അത് എപ്പോഴാണ്? ATPയും സിട്രേറ്റുമാണ് അതിന്റെ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നിരുന്ന അടുത്ത ഓപ്ഷൻ പൈരുവേറ്റ് കൈനേസ് ആണ്. അത് ഗ്ലൈക്കോളിസിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാ. അതും റേറ്റ് ലിമിറ്റിംഗ് ആണ്, പക്ഷെ ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് ആണ് ഇമ്പോർട്ടന്റ്. ആൾഡോളൈസ് എന്താണ്? ആൾഡോളൈസ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് അല്ല. ആൾഡോളൈസ് എന്ന് പറയുന്നത് ഫ്രക്ടോസ് 16 ബിസ്ഫോസ്ഫേറ്റിനെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യാനായിരുന്നു. ഹെക്സോകൈനേസ് എവിടെ നടക്കാൻ? ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളതാണ്. PFK ആണ് ഗ്ലൈക്കോളിസിന്റെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്? റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത്. അടുത്തതാണ് കോഎൻസൈം ഓഫ് അമിനോ ട്രാൻസ്ഫെറേസസ്. ഒരുപാട് അമിനോ ട്രാൻസ്ഫെറേസസ് ഒരുപാട് റിയാക്ഷൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്, പിരിഡോക്സാൽ ഫോസ്ഫേറ്റ്, തൈമിൻ പൈറോഫോസ്ഫേറ്റ് ആൻഡ് ഗ്ലൂട്ടാതയോൺ. ഇതിൽ എന്തായിട്ടും അല്ല എന്നറിയാവുന്ന ഗ്ലൂട്ടാതയോൺ ആയിരിക്കും. കോഎൻസൈം ആയിട്ട് അമിനോ ട്രാൻസ്ഫെറേസസിൽ നടത്തുന്ന എൻസൈം ഏതായിരുന്നു? കോഎൻസൈം ഏതായിരുന്നു? പിരിഡോക്സാൽ ഫോസ്ഫേറ്റ് ആണ്. അതായത് അമിനോ ട്രാൻസ്ഫെറേസസ് അല്ലെങ്കിൽ അമിനോ ട്രാൻസാമിനേസസ് എന്ന് പറഞ്ഞാൽ അമിനോ ഗ്രൂപ്പിനെ, അതായത് അമിനോ ആസിഡിൽ നിന്നുള്ള ഒരു അമിനോ ഗ്രൂപ്പിനെ കീറ്റോ ആസിഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ട്രാൻസാമിനേസസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ട്രാൻസാമിനേഷൻ എന്ന് പറയുന്നു. അതിനാവശ്യമായിട്ടുള്ള ഒരു കോഎൻസൈം ആണ് പിരിഡോക്സാൽ ഫോസ്ഫേറ്റ്. അതിന്റെ ആക്റ്റീവ് ഫോം, ആരുടെ ആക്റ്റീവ് ഫോം? വിറ്റാമിൻ B6ന്റെ ആക്റ്റീവ് ഫോം ആണ്. പിരിഡോക്സാൽ ഫോസ്ഫേറ്റ് എന്ത് ചെയ്യുന്നു? അമിനോ ഗ്രൂപ്പുമായി ഒരു ഷിഫ്റ്റ് ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ ട്രാൻസ്ഫർ നടത്തുന്നത്. ഇവിടെ ഏതായിരുന്നു ആൻസർ? ഏതായിരുന്നു? പിരിഡോക്സാൽ ഫോസ്ഫേറ്റ് ആണ്. നിക്കോട്ടിനമൈഡ് അഡിനൈഡ് ഡൈന്യൂക്ലിയോടൈഡ്, അതായത് NAD+ അല്ല, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസിലാണ് പൊതുവെ ഒരു കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. തൈമിൻ പൈറോഫോസ്ഫേറ്റ് TPP എന്ന് പറയുന്നത് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻസിലും, ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഡീടോക്സിഫിക്കേഷനിലെ റെഡ്യൂസിങ് ഏജന്റുമാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് എൻസൈം ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഗ്ലൂക്കോനിയോജനസിസ്? നോക്കുക, അതായത് ഈ പറയുന്ന നമ്മുടെ ബയോകെമിസ്ട്രിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതെല്ലാം ബയോകെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ്. ഫോസ്ഫോഇനോൾ പൈരുവേറ്റ് കാർബോക്സി കൈനേസ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ്, പൈരുവേറ്റ് കാർബോക്സിലേസ്, ഹെക്സോകൈനേസ്. ഗ്ലൂക്കോനിയോജനസിസിൽ പങ്കെടുത്തത് ഏതാ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഒരു എൻസൈം ആണ്. ഏതാണ്? ഹെക്സോകൈനേസ്. ഹെക്സോകൈനേസ് ആണ് ഇൻവോൾവ് ആവാത്തത്. ഹെക്സോകൈനേസിന്റെ ഫംഗ്ഷൻ എന്താ? ഹെക്സോകൈനേസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റാനായിരുന്നു. ഗ്ലൈക്കോളിസിന്റെ സമയത്ത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു എൻസൈം. ബാക്കിയുള്ളത് പൈരുവേറ്റ് ഓക്സാലോ അസറ്റേറ്റിനെ പൈരുവേറ്റ് കാർബോക്സിലേഷൻ ആക്കാൻ, കാർബോക്സൈലേസ്, അതായത് ഗ്ലൂക്കോനിയോജനസിസില് ഓക്സാലോ അസറ്റേറ്റ് എന്ന് പറയുന്നത് ഫോസ്ഫോഇനോൾ പൈരുവേറ്റിനെ PP കാർബോക്സിലേസ് അതിനുണ്ട്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസ് ആക്കാനായിരുന്നു. സോ ഇതിനകത്ത് ഇൻവോൾവ് ആവാത്തത് ഏതായിരുന്നു? ഹെക്സോകൈനേസ് ആയിരുന്നു. എന്ത് ചെയ്തു? ഈ പറയുന്ന രണ്ടാമത്തെ പാർട്ട്, അതായത് 20 ക്വസ്റ്റ്യൻ ജൂലൈ 2025 സെക്കൻഡ് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ഭാഗത്ത് അടുത്ത 10 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓർക്കുക, ഈ പറയുന്ന ക്വസ്റ്റ്യൻ സെക്ഷൻ നമ്മൾ നന്നായി യൂട്ടിലൈസ് ചെയ്യണം. സോ ഇന്നത്തെ ഈ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.